എന്തേ ഇത്ര താമസിക്കുന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇതാ വീണ്ടും അടുത്ത വാർത്ത വരുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ ടീം സെറ്റായിക്കൊണ്ടിരിക്കുന്നു. അതിൽ 5 ജനറൽ സെക്രട്ടറിമാരെയാണ് വയ്ക്കാൻ സാധ്യതയുള്ളത്. എം ടി രമേശിനെ പ്രസിഡന്റായിട്ട് പോലും പരിഗണിച്ചിട്ടുള്ള ആളാണ്. വളരെ സീനിയർ ആയിട്ടുള്ള BJP നേതാവാണ്. ഇപ്പോൾ ഈ ഭാരവാഹിത്വത്തിലുള്ളതിൽ വളരെ സീനിയറാണ്. അപ്പോൾ അങ്ങനെയുള്ള എം ടി രമേശിനെ ജനറൽ സെക്രട്ടറി ആക്കാൻ സാധ്യതയുണ്ട്. സ്ത്രീകളുടെ മുഖവും മൊത്തത്തിൽ കേരളത്തിൻ്റെ BJPയുടെ മുഖവും ഐക്കണമൊക്കെ ആയിട്ടുള്ള ശോഭാ സുരേന്ദ്രനെ വെക്കാൻ സാധ്യതയുണ്ട്. ഷോൺ ജോർജ് ചിലപ്പോൾ വലിയ സാധ്യതയുണ്ട്. ഇനി ഷോൺ ജോർജിനെ അല്ല ന്യൂനപക്ഷ മതത്തിൽ നിന്ന് വിശ്വസിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളിൽ നിന്ന് ആലോചിക്കുന്നതെങ്കിൽ, നമ്മുടെ അനൂപ് ആന്റണി, മീഡിയ വിങ്ങിന്റെ ചുമതലയുള്ള അനൂപ് ആന്റണിയെയും നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ സുധീർ ഇപ്പോൾ ഒരു ന്യൂനപക്ഷ അല്ലെങ്കിൽ SC വിഭാഗത്തിൽ നിന്ന് സുധീറിനെ നോക്കുന്നുണ്ട്. അദ്ദേഹം മത്സരിച്ചിട്ടൊക്കെ ഉള്ള ആളാണ്. സുധീറിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ S സുരേഷ് തിരുവനന്തപുരത്ത് നിന്ന് വളർന്നു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അദ്ദേഹം വട്ടിയൂർക്കാവിൽ VK പ്രശാന്തിനോട് മത്സരിച്ച് തോറ്റു. കല്ലൂർ പഞ്ചായത്തിൽ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹം BJPയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിരുന്നു. കല്ലിയൂർക്കാരനാണ് തിരുവനന്തപുരത്തെ. S സുരേഷ് അദ്ദേഹം വളരെ സജീവമായി ഇപ്പോൾ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ കൂടെ ലെഫ്റ്റനൻ്റായിട്ട് കൂടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ക്യാപ്റ്റൻ്റെ കൂടെയുള്ള ബാക്കി ലെഫ്റ്റനന്റുമാർ അല്ലെങ്കിൽ ബാക്കി മേജർമാർ ആരൊക്കെ എന്നുള്ളതാണ് ഇനി തീരുമാനിക്കാനുള്ളത്. അപ്പോൾ പ്രസിഡന്റായി അതോടൊപ്പം ഞാൻ ഈ പറഞ്ഞ MD രമേശ്, ശോഭാ സുരേന്ദ്രൻ, ഷോൺ ജോർജ് അല്ലെങ്കിൽ അനൂപ് ആന്റണി, അതുപോലെ തന്നെ നമ്മുടെ സുധീർ, S സുരേഷ്, ഇവരുടെ സംഘത്തെ സംസ്ഥാന അടിസ്ഥാനത്തിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇനി അനൂപ് ആന്റണിക്ക് ഇതിൻ്റെ ഭാരവാഹിത്വം വരികയാണെങ്കിൽ മീഡിയ വിങ്ങിൽ നിന്ന് മാറാനുള്ള സാധ്യതയും കാണുന്നു. എന്തായാലും പിന്നെ വളരെ സജീവമായി, കാരണം അവരുടെ ഈ കേരള വികസന യാത്ര ആൾമോസ്റ്റ് കഴിഞ്ഞു. മെയിൽ ആരംഭിച്ച് അതെല്ലാം 33 സ്ഥലങ്ങളിൽ അവർ ജില്ലാ തലങ്ങളിലൊക്കെ പോയി രാജീവ് ചന്ദ്രശേഖർ യാത്രയൊക്കെ നടത്തി വന്നു. അതിനുശേഷമാണ് നമ്മുടെ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വന്നത്. പിന്നെ ഈ സമരങ്ങളൊക്കെ വരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒന്ന് ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ ഉള്ള ഒരു സമിതി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിനിടയിൽ തൃശ്ശൂർ ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ പേരും ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പേര് കേൾക്കുന്നില്ല. ഇനി അങ്ങനെയും ഒരു അത്ഭുതം സൃഷ്ടിക്കുമോ അല്ലെങ്കിൽ പുതിയൊരു ബോംബ് ഇടുമോ? അങ്ങനെ 6-7 പേരുടെ പേര്, എന്തായാലും 5 സ്ഥാനമാണുള്ളത്, 6-7 പേരുടെ പേരിപ്പോൾ കറങ്ങുന്നുണ്ട്. ഇതിൽ ആരൊക്കെ ആയിരിക്കുമെന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങൾ അറിയാം. BJPയുടെ പുതിയ ടീം ആരാണ്? മിഷൻ BJP ആരിലൂടെയാണ് കേരളത്തിൽ, അല്ലെങ്കിൽ ആരൊക്കെയിലൂടെയാണ് കേരളത്തിൽ സാർത്ഥകമാക്കാൻ പോകുന്നത്?